അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ഫോക്കസിലെ കുടുംബാംഗങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ് നമ്മളുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഹ്രസ്വമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിച്ച് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മീറ്റിംഗിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ, ഈ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. പ്രധാനമായിട്ടും രണ്ട് സംസാരങ്ങൾ, എന്റെ ശേഷം രണ്ട് സംസാരങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫോക്കസ് ഗൈഡിനെ കുറിച്ച്, കംപ്ലീറ്റ് ഫോക്കസ് ഗൈഡിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചുരുക്കി വിവരിക്കുകയും വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഖാലിദ് സാറ് നമ്മളായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, അതിനോടനുബന്ധിച്ച് വരുന്ന നിർദ്ദേശങ്ങളുമായിട്ട് മറ്റു അഡ്മിൻ കൂടിയായിട്ടുള്ള നസറുദ്ദീൻ സാർ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും നമ്മുടെ സംസാരത്തിൽ ആദ്യം നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ നേരത്തെ നമ്മൾ ഈ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ചെറിയ പണമാണെങ്കിൽ പോലും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ പണിപ്പെട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ ബുക്കിന്റെ പണികൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. MP മുഹമ്മദ് ബഷീർ സാഹിബിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ നമ്മുടെ പ്രധാനപ്പെട്ട അഡ്മിന്മാരുടെ നേതൃത്വത്തിൽ അത് കവർ പേജ് നമുക്ക് പ്രസിദ്ധീകരിക്കുവാനും പബ്ലിഷ് ചെയ്യാനും നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാഹ്. അതോടൊപ്പം നമ്മൾ അടുത്ത ഞായറാഴ്ച ഈ പുസ്തകത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രകാശന കർമ്മം കോഴിക്കോട്, കേരളത്തിന്റെ ഏതു ഭാഗത്തുനിന്നും ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കോഴിക്കോട് ടൗണിൽ അതിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി തുടങ്ങി, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അതിന് പുറമെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു മീറ്റിങ്ങുകളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഇവരുടെ സംസാരങ്ങൾ പൂർണ്ണമായി കേൾക്കാനും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോകാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, കോഴിക്കോട് വെച്ച് നടക്കുന്ന ഞായറാഴ്ച 10 മണിക്ക് ആരംഭിച്ച് 2-3 മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ പ്രകാശന കർമ്മം നടക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ അത് പ്രസിദ്ധീകരിക്കുന്ന അതിന്റെ എഴുത്തുകാര്, ഗ്രന്ഥകർത്താക്കള്, അവര് 7 പേരും അതോടൊപ്പം ഫോക്കസിന്റെ കുടുംബാംഗങ്ങളും പരസ്പരം കണ്ടുമുട്ടുന്ന, അതിൽ നല്ല ഫാക്കൽറ്റിയെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള അത്തരം മീറ്റിങ്ങുകൾ എത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും കേസറ്റ് മുതൽ അതോടൊപ്പം JRF വരെ നേടുന്ന കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് എന്ന രൂപത്തിലുള്ള ചില ഹ്രസ്വമായ പ്രോഗ്രാമുകൾ നടത്താനും നമ്മൾ അതിന് കൂടെ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഹ്രസ്വമായ, എന്നാൽ ദൈർഘ്യമില്ലാത്ത, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള, രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പഠിച്ചു പോവേണ്ടത്, മുൻ മാതൃകയിൽ അതിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള അതിന് ഗസ്റ്റ് ഫാക്കൽറ്റി, അതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കും. ഇപ്പൊ അതൊന്നും കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഏറ്റവും രസകരമായി, ഏറ്റവും യൂസ്ഫുൾ ആയി പരസ്പരം നമ്മളൊന്നുകൂടി കാണാനും, അതോടൊപ്പം ഇനി നമ്മൾ ആരംഭിക്കുന്ന ഒരു യുദ്ധമായി, അല്ലെ, ഗസ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമല്ല, ഇത് ഫോക്കസ് ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു ഫോക്കസ് യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ അതിനുള്ള ആയുധമായിട്ടുള്ള പേനയും ബുക്കും ഒക്കെ കയ്യിലേന്തി ഫോക്കസ് ഗൈഡ് കയ്യിൽ പിടിച്ച് ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്ന, നമുക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമായി നമ്മൾ വരുന്ന ഞായറാഴ്ച നമ്മൾ കോഴിക്കോട് ഒരുമിച്ച് ചേരുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇതില് ബുക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആർക്കൊക്കെ വരാൻ പറ്റുമോ അവർക്കൊക്കെ നേരത്തെ പേര് നൽകി, ആർക്കൊക്കെ അതിൽ വരാൻ പറ്റുമോ അവരൊക്കെ അതിൽ പങ്കെടുത്ത് ഒരു ഫാമിലി മീറ്റ് ആക്കി അത് മാറ്റി തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമാവാൻ പറ്റുന്ന ഒരു സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ്, ഫോക്കസിന്റെ പ്രിയപ്പെട്ട ഗുണകാംക്ഷികളെ, വർഷങ്ങളായി ഫോക്കസിന്റെ തുടക്കം മുതൽ തന്നെ
ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ് നിരന്തരമായി ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോക്കസിന്റെ ഒരു ബുക്ക്, ഫോക്കസിന്റെ കീഴിൽ ഇറക്കപ്പെടുന്ന ഒരു ഗൈഡ്. 2-3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ വർക്കുകളൊക്കെ തുടങ്ങി മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു 3 മാസം മുൻപ് സജീവമായി അതിലേക്ക് ഇറങ്ങുകയും അതിന്റെ വർക്കുകളിൽ മുഴുകി അവസാനം അൽഹംദുലില്ലാ പ്രസ്സിലേക്ക് പോയി പ്രസ്സിൽ നിന്നും ഉടൻ ലഭിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ബുക്കിൽ എന്തൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എപ്പോൾ ലഭിക്കും, ഈ ബുക്കിന്റെ ഒരു ശൈലി അത് എങ്ങനെയാണ് എന്നുള്ള നിങ്ങളുടെ ആകാംക്ഷയ്ക്ക് ചെറിയൊരു മരുന്ന്, ഒരു വിരാമമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. നമ്മൾ ഫോക്കസ് ഒരു ബുക്ക് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതിൽ എന്താണ് ഉള്ളത് എന്ന് പോലും അറിയാതെ, നേരത്തെ സുലൈമാൻ സാർ പറഞ്ഞതുപോലെ ഫോക്കസ് ആണ് ഇറക്കുന്നതെങ്കിൽ അത് ഉപകാരമുള്ളതായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇറക്കുന്ന അഡ്മിൻസിനേക്കാൾ ആവേശത്തിൽ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, അന്ന് ജമാലുദ്ദീൻ ഫാറൂഖി സാർ നമ്മുടെ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രീ പബ്ലിഷിംഗ് അനൗൺസ്മെന്റ് ചെയ്ത സമയത്ത് ജമാലുദ്ദീൻ ഫാറൂഖി സാർ അനൗൺസ്മെന്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അങ്ങനത്തെ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്, അതിന്റെ പ്രീ പബ്ലിഷിംഗ് ഓഫർ 499 രൂപയാണ് എന്ന് പറയുന്നതും സാറിന്റെ സംസാരം കഴിയുന്നതിന് മുൻപ് തന്നെ പലരും അത് 499 രൂപ പൈസ അടച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്കും ഖാലിദ് സാർക്കും ഇബ്രാഹിം സാർക്കും സുലൈമാൻ സാർക്കും അയച്ചു തുടങ്ങി. അത്രത്തോളം എന്താണ് ഈ ബുക്കിൽ എന്ന് പോലും നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കുറച്ച് ശേഷമാണ്, വ്യക്തമായി ചെയ്യുന്നത് ഇപ്പോഴാണ്. അത്രയും അൽഹംദുലില്ലാ നിങ്ങളുടെ ആ ഒരു ആവേശം, അതാണ് നമ്മളുടെയും ആവേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് 29-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ അതിന്റെ പ്രകാശനം കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിയാണ് അറിയിക്കുന്നതെന്ന് നമുക്കും അറിയാം, പല പ്രോഗ്രാമും ഉണ്ടാകും, കഴിയുന്നതൊക്കെ ഒഴിവാക്കാൻ കഴിയുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ച് നമ്മളുടെ ഈ ഒരു സംഗമത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അന്ന് വന്നാൽ ഇൻഷാ അല്ലാഹ് ബുക്ക് നിങ്ങൾക്ക് കയ്യോടെ തന്നെ കൊണ്ടുപോവാം, അതല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് വീട്ടിലെത്തും. എന്നാലും നമ്മളുടെ ആ ഒരു സംഗമം അതിൽ എത്താൻ മാക്സിമം എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും എത്ര ദൂരെ നിന്ന് വന്നാലും എത്ര ബുദ്ധിമുട്ടായി വന്നാലും ആ ഒരു യാത്ര നഷ്ടമാവില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രഗത്ഭരായ വ്യക്തികൾ 21-ന് ഞായറാഴ്ചയാണ് പ്രോഗ്രാം. പ്രഗത്ഭരായ ആളുകൾ നമുക്ക് അന്ന് പ്രകാശനം ചെയ്യാനും അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറബിക് മേഖലയിലൊക്കെ ജോബ് ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനും അതുപോലെ ഒരു മത്സരവും അന്ന് വന്ന ആളുകളിൽ നിന്നും ഏറ്റവും നല്ല ഒരു ക്വാളിഫൈഡ് ആയ ആളെ സെലക്ട് ചെയ്ത് ഒരു സമ്മാനവും ഒക്കെ ഉള്ള നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 24-ാം തീയതിയാണ്, നെക്സ്റ്റ് ഞായറാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ആ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ പ്രിയപ്പെട്ട ഫാമിലി അംഗങ്ങളെ, നാം മനസ്സിലാക്കിയ പോലെ ഫോക്കസിന്റെ ഒരു ഗൈഡ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൈകളിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്തുകയാണ്. അതിന്റെ അവസാന പണികളിലാണുള്ളത് എന്ന് വെച്ചാൽ പ്രസ്സിലാണിപ്പോൾ നമ്മുടെ പുസ്തകമുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച നമ്മുടെ കൈകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞായറാഴ്ച ആരൊക്കെയാണോ പ്രകാശന ചടങ്ങിനെത്തുന്നത് അവർക്കൊക്കെ നേരിട്ട് തന്നെ
പുസ്തകം കൈപ്പറ്റാം. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുസ്തകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ നസറുദ്ദീൻ സാറ് അതേപോലെ തന്നെ സുലൈമാൻ സാറൊക്കെ സൂചിപ്പിച്ചു. ഫോക്കസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തന്നെ ഫോക്കസ് ഫാമിലി അംഗങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഫോക്കസിന്റെ ഒരു ഗൈഡ് എന്നത് എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. പരമാവധി പുസ്തകം ഏറ്റവും നല്ല രൂപത്തിലാവണം എന്ന ചിന്ത കൊണ്ട് തന്നെ ഫോക്കസിൽ തന്നെ അധ്യാപകർ അതിലെല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ സേവനങ്ങൾ ഈ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൈഡിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. കണ്ടന്റ് പൂർണ്ണമായും ഓരോ ഏരിയയും തയ്യാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ്ങിനും മറ്റുമായി ഏറെ സമയം ചെലവഴിച്ച അധ്യാപകരുണ്ട്. എല്ലാ അർത്ഥത്തിലും എല്ലാ അധ്യാപകരും അവരവരുടേതായ പങ്കാളിത്തം ഈ ഒരു ഗൈഡിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെ ഈ ഒരു പുസ്തകം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഓരോ എക്സ്പേർട്ടിനെ നമ്മൾ ഈ ഒരു പുസ്തകം കാണിച്ച സന്ദർഭത്തിലും നല്ല ഫീഡ്ബാക്ക് ആണ് അൽഹംദുലില്ലാ നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ നസറുദ്ദീൻ സാർ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പുസ്തകം ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ ആ പുസ്തകത്തിന്റെ രൂപം എന്താണ്, അതിന്റെ വണ്ണവും അതേപോലെ തന്നെ അതിന്റെ വലിപ്പവും എത്രത്തോളം ഉണ്ട് എന്നൊന്നും നോക്കാതെ തന്നെ ഈ പുസ്തകം കൈപ്പറ്റാൻ വേണ്ടി നേരത്തെ തന്നെ ക്യാഷ് അടച്ച ആളുകൾ ഫോക്കസ് ഫാമിലി അംഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കലും ഞങ്ങൾ ആ വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതിനോട് നീതി പുലർത്താവുന്ന രൂപത്തിലുള്ള പുസ്തകം തന്നെയാണ് ഇൻഷാ അല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുക. അപ്പൊ നമുക്കറിയാം, ഇപ്പോ നമുക്കൊക്കെ പരിചയമുള്ള സൈസാണ് A4 സൈസ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന സൈസാണ്. കാരണം A4 പേപ്പർ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ കുറച്ച് തട്ട് താഴെയായിട്ട്, അതായത് പറ്റ ചെറിയ പുസ്തകമല്ല, എന്നാൽ A4 സൈസും അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ നീളവും വീതിയും ഒക്കെ അത്യാവശ്യമുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പുസ്തകം തന്നെയാണ്. കാരണം പലർക്കുള്ള സംശയം 499 രൂപ. ആ 499 രൂപക്ക് ഒരു പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ പലരും ആശങ്കപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് എത്ര കട്ടിയുണ്ട് പുസ്തകം, അതേപോലെ തന്നെ എത്ര പേജാണ് ഉണ്ടാവുക. പിന്നെ ചിലർക്കുള്ള സംശയം ഫുൾ ആദ്യം മുതൽ അവസാനം വരെ ക്വസ്റ്റ്യനും ആൻസറും എന്ന രൂപത്തിലാണോ പോകുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് ഇത് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാ അറബിക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് PSC എക്സാമിന്, അതേപോലെ തന്നെ നെറ്റ് എക്സാമിന്, കേട്ടറ്റ് എക്സാമിന്, ഇവക്കൊക്കെ അറബി പഠിക്കാൻ അവലംബിക്കാവുന്ന നല്ല ഒരു പുസ്തകം തന്നെയാണ്. ഗൈഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ല ബൃഹത്തായ ഒരു പുസ്തകം തന്നെയാണ് ഇൻഷാ അല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഇതുവരെ അറബിക് കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം തന്നെ പുസ്തകം വേണ്ടി വരും. മാത്രമല്ല, അപ്പൊ അതിലപ്പുറം നമ്മൾ ഓരോ ഏരിയയിൽ നിന്നും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ച് അതിൽ തന്നെ ആവർത്തനം ഒഴിവാക്കി പ്രധാന പോയിന്റ്സ് വരുന്ന രൂപത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ 608 പേജാണ് ടോട്ടലി ഈ പുസ്തകത്തിനുള്ളത്. 608 പേജ് ഉണ്ട്. എന്ന് വെച്ചാൽ പേജ് കുറവൊന്നല്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള പുസ്തകം തന്നെയാണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു കുട്ടി വിചാരിക്കുകയാണെന്ത്, സ്വാഭാവികമായിട്ടും എനിക്ക് പുസ്തകം വാങ്ങാൻ കഴിയില്ല. അപ്പൊ ഞാൻ തൊട്ടടുത്ത എൻ്റെ ഫ്രണ്ടിന്റെ അടുക്കൽ ഈ പുസ്തകമുണ്ട്, അതുകൊണ്ട് അവന്റെ അടുക്കൽ നിന്ന് ഞാൻ ഫോട്ടോ കോപ്പി എടുക്കാമെന്ന് വിചാരിച്ചാൽ അവനൊരു പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഫോട്ടോ കോപ്പിക്കുള്ള റേറ്റ് അനുസരിച്ച് അവന് ആ ഫോട്ടോ കോപ്പി എടുക്കുന്നത് നഷ്ടമായിരിക്കും തുടക്കത്തിൽ വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ
ഇൻഷാല്ല വലിയൊരു പ്രൈസ് ഒന്നും അല്ലെങ്കിലും ഈ ഒരു പുസ്തകത്തിന് നമ്മൾ നിശ്ചയിക്കുന്നില്ല. 799 നമ്മൾ MRP നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കുറച്ചുകൂടെ ഒക്കെ താഴെയായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുസ്തകം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് കുറച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുക്കലും പരമാവധി ഈ പുസ്തകം എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഫോക്കസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നമ്മൾ കോഴ്സുകൾക്ക് നിശ്ചയിച്ച അതേപോലെ തന്നെയാണ് ഇതൊരു വെറുമൊരു കച്ചവടം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ, എല്ലാവരുടെയും കൈകളിലേക്ക് എത്താവുന്ന ഒരു പ്രൈസും ഇത് നിശ്ചയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റികൾ തന്നെയാണ് ഇതിൽ എല്ലാ ഏരിയയും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ നസറുദ്ദീൻ സാറ്, ഡോക്ടർ സുലൈമാൻ സാറ്, ഡോക്ടർ ഹാരിസ് അഷരി സാറ്, അതുപോലെ തന്നെ ഫാത്തിമ മുനവ്വറ ടീച്ചർ, പിന്നെ സുബൈർ വാഫിയെ മിക്കവാറും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ഫാക്കൽറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നെറ്റിലാണ് സാറ് കൂടുതലായിട്ട് ക്ലാസ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഫജറുദ്ദീൻ സാറ്. ഇവരോരോരുത്തരും ഓരോരോ ഏരിയ പ്രത്യേകമായി ഫോക്കസ് ചെയ്താണ് ക്ലാസ് എടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു നോട്ട്സും പ്രിപ്പയർ ചെയ്യാൻ അവരെ ഓരോ ഏരിയ നിശ്ചയിച്ച് അതനുസരിച്ചാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിലിപ്പോ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു ഭാഗമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലാസ് ലഭിക്കുന്നത് കൊണ്ട് ആ ഒരു നോട്ട് മതിയാവും. പക്ഷെ ഒരു പുസ്തകം നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു സ്വന്തമായി പുസ്തകം അവലംബിക്കുന്ന ഒരാൾക്ക് ക്യാച്ച് ചെയ്യാവുന്ന രൂപത്തിൽ കൂടെ നമ്മൾ ഈ നോട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പരമാവധി. അപ്പൊ എന്തായിരുന്നാലും അത്യാവശ്യം നല്ലൊരു നോട്ട്സ് ആണ് എന്നർത്ഥം. ഒരു ഏരിയയും ഇപ്പൊ പലരുടെയും ആശങ്ക ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ രൂപക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായിട്ടാണോ ഉള്ളത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനൊന്നല്ല. ഇത് അവലംബിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത് അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അവർക്ക് കൃത്യമായി ഈ പുസ്തകത്തെ തന്നെ അവലംബിച്ച് പഠിക്കാം എന്നുള്ളതാണ് നിലവിലുള്ള സിലബസുകൾ അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആ രൂപത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആ രൂപത്തിൽ തന്നെ എല്ലാവർക്കും സഹായകമാവുന്ന രൂപത്തിൽ ഈ പുസ്തകം ആവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളോടൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥന ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എത്ര തന്നെ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഒരുപാട് എക്സ്പേർട്സിനെ കൊണ്ട് ഈ പുസ്തകം നോക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ള അതിയായ അതിയായ ആഗ്രഹവും അതോടൊപ്പം പ്രാർത്ഥനയും ഞങ്ങളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകരും അതേപോലെ തന്നെ നമ്മോട് കൂറ പുലർത്തുന്ന ഒരുപാട് അഭ്യുതകാംക്ഷികളുമൊക്കെ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അർത്ഥത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇനി ഇതിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ളതാണ്. എന്നാലും ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് നമ്മളിപ്പോ ഇതില് വരുന്ന ഏരിയകൾ ഇങ്ങനെയാണ്. ഇൻഷാല്ല ഇതിന്റെ PDF കണ്ടന്റിന്റെ മൊത്തത്തിലുള്ള PDF ഗ്രൂപ്പുകൾ അയക്കുന്നതായിരിക്കും. ഒരുപാട് പേജ് നമ്മൾ ആ ഒരു കണ്ടന്റ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഹ്തവയാത്ത് മാത്രം കുറച്ച് പേജുകൾ തന്നെ വരുന്നുണ്ട്. അതിൽ ആദ്യം തംഹീദ് ലി താരിഖിൽ അദബിൽ അറബി. കാരണം ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിക്കുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് താരിഖുൽ അദബുൽ അറബി. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെറിയൊരു ഏരിയ, പിന്നെ ഓരോരോ ഏരിയയെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയി സാധാരണ പഠിക്കാറുള്ള ഭാഗങ്ങൾ, ജാഹിലി ലിറ്ററേച്ചർ മുതൽ അദബുൽ ഹദീസ് വരെ ഉള്ള ഓരോ ഏരിയയും അതിൽ എക്സാമുകൾക്ക് പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഡോ അറബിക് ലിറ്ററേച്ചർ അതിലും എല്ലാ ഏരിയയും ഏകദേശം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ക്രിറ്റിസിസം, അതുപോലെ അൽ ഹറക്കാത്ത് വൽ മദാരിസ് അൽ അദബിയ ഫിൽ അസ്ർ അൽ ഹദീസ് ആ ഒരു ഏരിയ, അറബിക് ഗ്രാമർ അതിലിപ്പോൾ പ്രത്യേകിച്ച് PSC സിലബസിൽ വന്നിട്ടുള്ള എല്ലാ ഏരിയയും അതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ സാധാരണ സാർ എടുക്കുന്ന ഏരിയയിൽ നിന്ന് പുറമേ ആയിക്കൊണ്ട് കുറച്ചുകൂടി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഏരിയ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഇപ്പൊ സമീപകാല എക്സാമുകളിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നിപ്പോ നഹ്വ്, അതേപോലെ തന്നെ പെഡഗോജി, പിന്നെ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ 3 ഏരിയയും
നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവക്ക് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഭാഷ കൂടി കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയകളൊക്കെ കൃത്യമായി ഒന്നുകൂടി വിശദമായ രൂപത്തിലുള്ള നോട്ട്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പൊ പെഡഗോജി തന്നെ നമുക്ക് സാധാരണഗതിയിൽ ടീച്ചർ എടുക്കുന്ന ഏരിയ നമുക്കറിയാം, ആ നോട്ട്സ് നമ്മുടെ കൈകളിൽ ഉണ്ടാവും. അപ്പൊ അത് തന്നെ ഒന്നുകൂടി കുറച്ചുകൂടി ഏരിയ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഏരിയ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ല അതിന്റെ നോട്ട്സ് ഇതിലുണ്ട്. പിന്നെ ട്രാൻസ്ലേഷനിലും അതുപോലെ കുറച്ചുകൂടെ ഏരിയകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇൽമുൽ ബലാഗയുടെ നോട്ട്സ് ഇപ്പോൾ തുടക്കം മുതൽ എല്ലാ തവണയും ഈ കോഴ്സിലുള്ള ആളുകൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും ബലാഗയുടെയൊക്കെ നോട്ട്സ്. പക്ഷെ അതും ഒരു ക്ലാസ് ലഭിക്കാത്ത ഒരാൾ ഈ ഒരു ഏരിയ വായിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ എന്ന രൂപത്തിൽ ഒന്നുകൂടെ എക്സ്പ്ലനേഷൻസ് ഓരോ ഏരിയയിലും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽമുൽ അറൂള്, മാലൂമാത്ത് ആമ അനിൽ ആലമിൽ അറബി എന്ന് വെച്ചാൽ അറബിക് GK ആ ഒരു ഏരിയ. പിന്നെ ഇൽമുൽ അറൂളിൽ പ്രത്യേകമായി നമ്മളിപ്പോൾ ഇതുവരെ കൂടുതലായി ചോദ്യങ്ങൾ വരാത്ത എന്നാൽ ഇപ്പോൾ സെറ്റ് എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാമിലൊക്കെ വന്ന ഒരു ഭാഗമാണ് എൽമുൽ ഖാഫിയ. അപ്പൊ എൽമുൽ ഖാഫിയയിലെ എല്ലാ ഏരിയയും അതിൽ ചോദ്യം വരാവുന്ന ഏരിയയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ട്സ് കൂടെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തി. അതുപോലെ അതിൽ നിന്നുള്ള നമുക്ക് ഏകദേശം വരാൻ സാധ്യതയുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസും ആ ഏരിയയിൽ നിന്നും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി അങ്ങനെയൊക്കെ എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ ഒരു തട്ടിക്കൂട്ടി ഒരു പരിപാടി എന്ന അർത്ഥത്തിലല്ല ഈ പുസ്തകം നമ്മൾ ഇറക്കുന്നത്, മറിച്ച് പരമാവധി ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്ന, അതേപോലെ തന്നെ ഈ പുസ്തകം പ്രതീക്ഷിച്ച് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പുസ്തകം അൽഹംദുലില്ലാ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ എല്ലാവർക്കും ഉപയോഗപ്പെടാവുന്ന രൂപത്തിൽ ഈ പുസ്തകം ആവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. പിന്നെ ചിലരൊക്കെ ഏത് ഗ്രൂപ്പിലും ചിലരൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന പുസ്തകം, അതായത് ഇപ്പൊ നാട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഓൾറെഡി ഉണ്ട് നമുക്കറിയാം. അപ്പൊ ആ പുസ്തകമാണോ ഈ പുസ്തകമാണോ നല്ലത് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഒരു പുസ്തകത്തെ സംബന്ധിച്ചും നമ്മൾ പിന്നെ ആ പുസ്തകത്തെക്കാളും നല്ലത് ഇത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകം ഒന്ന് താഴ്ന്നതും നമ്മുടെ പുസ്തകം കുറച്ച് മുകളിലായിരിക്കും. അതിനിപ്പോ വേറൊരാള് നമ്മുടെ പുസ്തകം വായിച്ച് മറ്റേ പുസ്തകം നോക്കിയിട്ട് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് ഇതിനേക്കാളും മെച്ചം അതെന്ന് പറയുമ്പോൾ നമുക്കത് പ്രയാസം ഉണ്ടാവും. അതിലപ്പുറം എല്ലാ പുസ്തകത്തിനും ഇപ്പൊ നമ്മള് ഞാനൊക്കെ ഇതുവരെ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ ക്ലാസ്സിന് പോലും പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതുവരെ മാർക്കറ്റിലുള്ള ഓരോ പുസ്തകവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒരു പുസ്തകത്തെക്കാളും ഈ പുസ്തകത്തിന് എന്ത് മെച്ചമുണ്ട് എന്ന് പറയുന്നതിലപ്പുറം പരമാവധി ഈ പുസ്തകത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ച് നല്ല രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാനും, പ്രത്യേകിച്ച് ഇപ്പോ സമീപകാല എക്സാമുകളിൽ ഈ ഒരു അറബിക് പെഡഗോജി, ട്രാൻസ്ലേഷൻ, നഹ്വ് ഏരിയകൾ വരുന്നത് കൊണ്ട് അവ ഒന്നുകൂടി എല്ലാവർക്കും പഠിക്കാവുന്ന, അതേപോലെ തന്നെ പിന്നെ എക്സാമിന് ഓറിയന്റഡ് ആയി പഠിക്കാവുന്ന രൂപത്തിൽ ആ ഏരിയ കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇനി ഇതില് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കണ്ടൻസ് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ രൂപം എങ്ങനെയാണ് അതും കാണാൻ ആഗ്രഹം ഉണ്ടാകും. ചിലരൊക്കെ നിങ്ങളൊരു പിന്നെ ഓരോ പേജസ് അതിൽ ഫോട്ടോ എടുത്തയക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സാധിക്കുകയാണെങ്കിൽ അതിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് അയക്കാം. ഇതിപ്പോ അസ്റുൽ ജാഹിലിയിലെ ഒരു ചെറിയ പാർട്ടാണ് നമുക്കറിയാം. അപ്പോ യുദ്ധങ്ങളെ സംബന്ധിച്ച് അയ്യാമുൽ അറബ്, അപ്പോ അതില് അയ്യാമുൽ അറബിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ, ഹർബുൽ ബസൂസ് അതേപോലെ തന്നെ ഹർബ് ദാഹിസ് വൽ ഖബ്ര. അപ്പൊ അതില് ഒരു എക്സാം ഓറിയന്റഡ് ആയി നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന പോയിന്റ്സ് ആ ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഏരിയയും പരമാവധി നമ്മൾ വിശദീകരിച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ജാഹിലി കാലഘട്ടത്തിൽ തന്നെ പിന്നെ മറ്റൊരു ഏരിയയാണ് അൽ മമാലിക് ഫി ജസീറത്തുൽ അറബ്. അതിലിപ്പോ ആസിമ ഏതാണ്, മറ്റേ മംലക്കത്തുൽ മുനാദറ ഭരണകൂടത്തിന്റെ ആസിമ ഏതാണ് എന്ന് ഇപ്പോൾ സമീപകാല സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനമായി
ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകളൊക്കെ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് നമ്മൾ ഈ ഓരോ ഏരിയയും ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോ നഖദാണെങ്കിൽ, ക്രിറ്റിസിസം ആണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഓരോ ആളുകളെ സംബന്ധിച്ചും ഓരോ ഭാഗവും നമ്മൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ ഇൻഡോ അറബിക് ലിറ്ററേച്ചർ, അതേപോലെ തന്നെ നഖദാവാം, മറ്റു ഏരിയകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പുസ്തകങ്ങൾ ഉണ്ടാവും, ഒരേ രൂപത്തിൽ പേര് വരുന്നവ. അപ്പോൾ അവ മാറിപ്പോവാതിരിക്കാനും ഇടയ്ക്ക് നമ്മൾ ഓർത്തു വെക്കാനും വേണ്ടിയിട്ട് ആ പുസ്തകങ്ങൾ ഇതേപോലെ ബോക്സ് ആയിട്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം നൽകിയിട്ടില്ലെങ്കിലും പരമാവധി ഇതേപോലെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള നമ്മൾ ഓർത്തു വെക്കേണ്ട പുസ്തകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണെന്ന രൂപത്തിൽ അതുകൂടെ നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അബ്ബാസി കാലഘട്ടത്തിൽ ഇതൊക്കെ ഓരോ ഏരിയ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം ഇതേപോലെ നമ്മൾ പറഞ്ഞു 608 പേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ഇതിലിപ്പോ ഒരാൾക്ക് ഇപ്പോൾ കൃത്യമായി വായിക്കാവുന്ന രൂപത്തിൽ ഇതിപ്പോ ഒരു പിന്നെ PPT-യിൽ ഉൾക്കൊള്ളിക്കുന്ന വലിപ്പമായത് കൊണ്ട് കുറച്ച് ചെറുതായി തോന്നുമെങ്കിലും അല്പം വായിക്കാവുന്ന വലിപ്പത്തിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. സക്കൽ മജല്ല ആയതുകൊണ്ട് നല്ല രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള വലിപ്പമുണ്ട്. അതിന്റെ ഫോണ്ട് സക്കൽ മജല്ലയാണ്. അതോടൊപ്പം പറയാനുള്ളത്, നമുക്കിപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇതിലിപ്പോ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഒരു വരിയിൽ തന്നെ 4 ഓപ്ഷൻ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളിച്ച് പരമാവധി കണ്ടന്റ് ഓരോ പേജിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 33ഓളം വരി ഒരു പേജിൽ വരും. അപ്പോ ഇത് കുറച്ചുകൂടെ വേണമെങ്കിൽ വലുപ്പം കൂട്ടുകയാണെങ്കിൽ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം 800 പേജിലധികം വരാവുന്ന രൂപത്തിലുള്ള കണ്ടന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകത്തിലൂടെ ലഭിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പുസ്തകത്തിന് വേണ്ടി അടച്ച ക്യാഷ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവാത്ത രൂപത്തിൽ തന്നെയാണ് സംവിധാനിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പല ആളുകളെ കൊണ്ട് നമ്മുടെ അധ്യാപകർക്ക് ഒരുപാട് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്തു. അതേപോലെ തന്നെ തെറ്റുകൾ വന്നത് തിരുത്തി. എന്നാലും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാത്ത സ്ഖലിതങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ഫോക്കസിലെ വിദ്യാർത്ഥികളും അഭ്യുതകാംക്ഷികളും എന്ന അർത്ഥത്തിൽ നിങ്ങളുടേതായ നിർദ്ദേശങ്ങളൊക്കെ ഇനിയും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പരമാവധി തെറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളത് അറിയിക്കും, ബോധ്യപ്പെടുത്തും എന്നുള്ളത് നമുക്കറിയാം. ഇനി നഹവിന്റെ ഏരിയയും ഇതേപോലെ തന്നെ. നഹവിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഒരു ഏരിയയെ കുറിച്ച് കൃത്യമായി ഇതേപോലെ അതിന്റെ നോട്ട്സ് കൊടുത്തു. പിന്നെ ആ ഏരിയയിൽ നിന്ന് തന്നെ ഏകദേശം ഓരോ ഏരിയയിലും ഇതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും നമ്മൾ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും അവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൽമുൻ നഹ്വിൽ പിന്നെ ഒന്നുകൂടി അത് പിന്നെ ഓർമ്മയിൽ നിർത്തി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് കൊടുത്തു, അതിന്റെ ആൻസർ അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ നൽകുക എന്ന രൂപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1 മുതൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫായിൽ എന്ന ഏരിയയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ആ ചോദ്യങ്ങൾക്ക് ശേഷം അവിടെ അൽ അജ്വീബ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നൽകിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൽമുൻ നഹ്വിലെ അവസാനത്തെ ഭാഗം വരുന്നത് ഇസ്തിഖ്ദാമുസ്ഫിലാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. കാരണം സാധാരണഗതിയിൽ നമുക്ക് ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോ യഅ്തമദ അല പോലെയുള്ള പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ അജസ അൻ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അറബി ഭാഷയിൽ സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന പ്രയോഗങ്ങൾ, ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഈ ഒരു ഇൽമുൻ നഹ്വ് അവസാനിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സിലബസിൽ പ്രത്യേകമായി പറഞ്ഞ ഏരിയകളൊക്കെ പ്രത്യേകമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട്. പിന്നെ അറബിക് പെഡഗോജിയിൽ നമ്മൾ ടീച്ചർ സ്വീകരിച്ച സമീപനം നമുക്കറിയാം, കേട്ടറ്റ് 3 അതേപോലെ തന്നെ കേട്ടറ്റ് 4 അതുപോലെ PSC സിലബസ്. അപ്പൊ അതില് 2 സിലബസും പൂർണ്ണമായി ആദ്യം തന്നെ നൽകി അതിൽ വന്ന എല്ലാ ഭാഗവും ഏകദേശം നമ്മുടെ നോട്ട്സിൽ വിശദമായി തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഇൽമുൽ ബലാഗയിലെ ഓരോ ഏരിയകളും, ഇൽമുൽ മഅനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിയ, ഇതിലൊക്കെ മോഡൽ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഓരോ ഏരിയയും എക്സാമ്പിൾ സഹിതം തന്നെ വിശദമായി നൽകിയിട്ടുണ്ട്. പിന്നെ ഇൽമുൽ അറൂലിൽ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഇൽമുൽ ഖാഫിയ അതുകൂടെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്കും സരളമായി തന്നെ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ തന്നെയാണ് ആ ഭാഗങ്ങൾ നൽകിയിട്ടുള്ളത്. അതുപോലെ അതിലും മോഡൽ ക്വസ്റ്റ്യൻസ് തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ ആ ഏരിയയിൽ നിന്ന് നൽകിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഏകദേശ നമ്മുടെ ഈ ഒരു പുസ്തകത്തിന്റെ രൂപം. അതുപോലെ ട്രാൻസ്ലേഷന്റെ ഏരിയയിൽ ഇത് പ്രത്യേകം ഓരോ ഏരിയകളും നമ്മൾ മനസ്സിലാക്കേണ്ട ടേംസ്, അവയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ആ ഏരിയയിലും ഓരോ ഏരിയയിലുമുള്ള പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 608 പേജുകൾ. അത് നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. പ്രാർത്ഥനകളിൽ ഉണ്ടാവണമെന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇത് അടുത്ത 29-ാം തീയതിയോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ സാധിക്കുന്ന ആളുകളൊക്കെ ഏതായാലും ഇൻഷാ അല്ലാഹ് 29-ാം തീയതി നമ്മുടെ പ്രകാശന ചടങ്ങിലേക്ക് വരാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. എല്ലാവർക്കും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും, ഞായറാഴ്ച ആയതുകൊണ്ടെന്നറിയാം. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സംഗമിക്കാവുന്ന ഒരു പ്രോഗ്രാം എന്ന അർത്ഥത്തിൽ പരമാവധി കഴിയുന്ന ആളുകളൊക്കെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. എല്ലാവർക്കും എത്താൻ എന്നുള്ള സൗകര്യത്തിനാണ് നമ്മൾ കോഴിക്കോട് ടൗൺ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ട്രെയിനിന് വരുന്ന ആളുകൾക്ക് ഒക്കെ വരാൻ സൗകര്യത്തിന് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകൾക്ക് നഷ്ടം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നല്ല അന്ന് നിങ്ങൾക്ക് ആ വന്നതിന് മുതലാക്കാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല 1-2 പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്ന, അറബി ഭാഷയിൽ ലഭിക്കാവുന്ന 2-3 ഫാക്കൽറ്റികൾ ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത പ്രോഗ്രാമായിട്ട് അന്ന് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല ഇൻഷാ അല്ലാഹ്. വെറും ഒരു പ്രകാശനം എന്നതിലപ്പുറം വരുന്നവർക്ക് അത് പ്രയോജനപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നേരിട്ട് പുസ്തകങ്ങൾ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പിന്നീട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾ 29-ാം തീയതി കോഴിക്കോട് നമ്മുടെ പ്രകാശന ചടങ്ങിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.